ആറളഫാം പുനരധിവാസ മേഖലയിലെ കാട്ടാനാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് നടത്തുന്ന കുത്തിയിരിപ്പ് സമരം ആദിവാസി പുനരധിവാസ മിഷൻ ഓഫീസിലേക്കും വ്യാപിപ്പിച്ച് സമരസമിതി. ആറളഫാം പുനരധിവാസ മിഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ആദിവാസി ഗോത്ര മഹാസഭ നേതാവ് എം ഗീതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആറളഫാം പുനരധിവാസ മേഖലയിലെ ആദിവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, ജനവാസ മേഖലയ്ക്ക് ചുറ്റും പ്രതിരോധ വേലി സ്ഥാപിക്കുക, ജനങ്ങളെ വകവരുത്തുന്ന കാട്ടാനകളെ മയക്കുവെടിവെച്ച് പിടിച്ച് നാടുകടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച വിവിധ ആദിവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ താമസക്കാർ വനം ദ്രുതകർമ്മ സേന ഓഫീസിന് മുന്നിൽ തുടങ്ങിയ അനിശ്ചിതകാല രാപ്പകൽ സമരം ആദിവാസി പുനരധിവാസ മിഷൻ ഓഫീസിലേക്കും വ്യാപിപ്പിച്ചു. വിവിധ ആദിവാസി സംഘടനാ നേതാക്കളായ എം ഗീതാനന്ദൻ, ശ്രീരാമൻ കൊയ്യോൻ, വി ശോഭ എന്നിവരുടെ നേതൃത്വത്തിൽ വനം RRT ഓഫീസിൽ നിന്നും മാർച്ച് നയിച്ചാണ് TRDM ഓഫീസിന് മുന്നിലേക്കും സമരം വ്യാപിപ്പിച്ചത്. ആദിവാസി പുനരധിവാസ മിഷൻ ഓഫീസിലേക്കുള്ള മാർച്ച് ആദിവാസി ഗോത്ര മഹാസഭ നേതാവ് എം ഗീതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. വർഷം തോറും ആദിവാസി പുനരധിവാസത്തിനായി 150 കോടിയോളം രൂപ വകയിരുത്തിയിട്ടും ആദിവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയുന്നില്ലെന്ന് ഗീതാനന്ദൻ ആരോപിച്ചു. അവർക്കറിയാം, കാട്ടാനയിൽ നിന്ന് ആക്രമണം നേരിടാൻ ഈ ഗസ്റ്റ് ഹൗസിനും TRDM ഓഫീസിനും അവരുടെ മറ്റു ക്വാർട്ടേഴ്സുകൾക്കും അടിപൊളിയായി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആദിവാസികൾക്ക് മാത്രം പറ്റില്ലേ എന്ന ഒരു ചോദ്യത്തിനാണ് ഇവിടുത്തെ സൈറ്റ് മാനേജരും ജില്ലാ ഭരണാധികാരികളും നമുക്ക് ഉത്തരം നൽകേണ്ടത്. ശ്രീനാഥ് മാഷ് വളരെ വ്യക്തമായി തന്നെ പഴയകാല ചരിത്രം പറയുകയുണ്ടായി. 2004 ഈ ഭൂമി TRDMന് കൈമാറുമ്പോൾ 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒന്നാന്തരം വൈദ്യുതി വേലി ഉണ്ടായിരുന്നു. ഈ വൈദ്യുതി വേലി 2005, 2006, 2007 കാലഘട്ടം വരെ പരിപാലിക്കാനായി ഓരോ വർഷവും പാട്ടത്തിന് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അന്നത്തെ നിലയിൽ 2 ലക്ഷം 1 ലക്ഷമൊക്കെ ഉണ്ടാകുള്ളൂ. അന്നത് വലിയ തുകയാണ്. 2-3 പേർക്ക് തൊഴിൽ നൽകിയിരുന്നു. ഫലപ്രദമായി ഈ വൈദ്യുതി വേലിക്ക് കവാത്ത് നടത്തി ശ്രദ്ധാപൂർവം നടക്കുകയുണ്ടായി. ശരാശരി 150 കോടി രൂപ ഓരോ വർഷവും വകയിരുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ തുക ആറളഫാമിനാണ് ചെലവഴിക്കുന്നത് എന്നാണ് മറ്റു ജില്ലയിലെ ആദിവാസികളുടെ ആരോപണം. ഇത്രയും കോടി ചെലവഴിച്ചിട്ടും കുടിയിരുത്തപ്പെട്ട ആദിവാസികളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ എന്തുകൊണ്ട് ഒരു വൈദ്യുതി വേലി താൽക്കാലികമായെങ്കിലും നിർമ്മിച്ച് സംരക്ഷിച്ചില്ല എന്നതാണ് ഇവിടുത്തെ മൗലികമായ പ്രശ്നം. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ശോഭ, MK രാജൻ, അരുവിക്കൽ കൃഷ്ണൻ, സുദീപ് ജെയിംസ്, സാജു തോമസ്, VT തോമസ്, നിധിൻ നടുവനാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.